വീണ വിജയന്റെ ഉടമസ്ഥതയിലുള്ള ലേക്കർ ഇന്ത്യ കോർപ്പ് 3 വർഷമായി ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിച്ചുവെന്ന വെളിപ്പെടുത്തൽ. ഒളവണ്ണ പഞ്ചായത്ത് ലൈസൻസിനായി അപേക്ഷ നൽകിയെങ്കിലും ലഭിച്ചിരുന്നില്ല എന്നും ബിസിനസ് പങ്കാളി ഡോക്ടർ അനീസ് അറക്കൽ വ്യക്തമാക്കുന്നു. വാർത്താക്കുറിപ്പിലാണ് അനീസ് അറക്കൽ ഇക്കാര്യം വ്യക്തമാക്കിയത്. 2023 ഒളവണ്ണ പഞ്ചായത്തിൽ ലൈസൻസിനായി അപേക്ഷ നൽകിയെങ്കിലും ചില സാങ്കേതിക കാരണങ്ങളാൽ അപേക്ഷ തിരിച്ചയച്ചു. പിന്നീട് തിരുത്തലുകൾ വരുത്തി അപേക്ഷ വീണ്ടും സമർപ്പിച്ചില്ലെന്നും വാർത്താക്കുറിപ്പിൽ പറയുന്നു. ഇതോടെ ലൈസൻസ് ഇല്ലാതെയാണ് ഇത്രയും കാലം കമ്പനി പ്രവർത്തിച്ചെന്ന ആരോപണത്തിന് അനീസിന്റെ വിശദീകരണം നിർണായകമാകുകയാണ്. മാസപ്പടി കേസുമായി ബന്ധപ്പെട്ട് വീണയുടെ സാമ്പത്തിക ഇടപാടുകളിൽ അന്വേഷണം ശക്തമാക്കുന്നതിനിടെയാണ് സ്ഥാപനത്തിന്റെ പ്രവർത്തനവും സാമ്പത്തിക ഇടപാടുകളും സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ പുറത്തുവരുന്നത്. കോഴിക്കോട് പന്തീരങ്കാവിന് സമീപത്തെ 2 നില കെട്ടിടത്തിലെ 1-ാം നിലയിലെ ഒറ്റമുറിയിലാണ് സ്ഥാപനം പ്രവർത്തിക്കുന്നത്. സ്ഥാപനത്തിന്റെ പേര് പുറത്ത് വെള്ളക്കടലാസിൽ എഴുതി ഒട്ടിച്ച നിലയിലുമാണ്. രേഖകളിൽ പറയുന്ന പ്രവർത്തനങ്ങൾക്ക് അനുയോജ്യമായ സംവിധാനങ്ങളൊന്നും തന്നെ ഒറ്റമുറി സ്ഥാപനത്തിലില്ല. ഓഹരി പങ്കാളിയുടെ വെളിപ്പെടുത്തലോടെ വീണയുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാടുകളും കൂടുതൽ ചർച്ചയാകുകയാണ്. മാസപ്പടി കേസിൽ വീണയുടെ ഇടപാടുമായി സംബന്ധിച്ച് മെയ് 27-ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വീട്ടിലെ റെയ്ഡിൽ ഡയറി പിടിച്ചെടുത്തിരുന്നു. ഡയറിയിലെ ആദ്യ 9 പേജുകൾ പണമിടപാടുകളുടെ വിവരങ്ങളും പണം കൈപ്പറ്റിയ സ്ഥാപനങ്ങളുടെയും വ്യക്തികളുടെയും പേരുകളും ഉണ്ടായിരുന്നു. ഇതോടെയാണ് CMRL മാസപ്പടി കേസുമായി ബന്ധപ്പെട്ട് വീണ വിജയന് കുറുക്കുമുറുകുന്നത്. ജനം, കോഴിക്കോട്.